പുതിയ പ്ലാൻ ക്ലർക്കുമാർക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വീഡിയോയിൽ ഗ്രാമസഭയും ഊരുക്കൂട്ടവും വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഗ്രാമസഭയും ഊരുക്കൂട്ടമൊക്കെ കഴിഞ്ഞു വന്നു. ഇനി നിർബന്ധമായിട്ടും ഒരു വർക്കിംഗ് ഗ്രൂപ്പ് കൂടി കൂടണം. അതായത് ഗ്രാമസഭയിൽ നിന്നും ഊരുക്കൂട്ടത്തിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളൊന്ന് ക്രോഡീകരിക്കുന്നതിന് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് കൂടണം. വർക്കിംഗ് ഗ്രൂപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ഭരണസമിതി യോഗം ചേരണം. വർക്കിംഗ് ഗ്രൂപ്പ് ക്രോഡീകരിച്ച നിർദ്ദേശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു ഭരണസമിതി യോഗം നമ്മൾ കൂടണം. ഭരണസമിതി ഒരു കരട് പദ്ധതി രേഖ തയ്യാറാക്കി ഈ കരട് പദ്ധതി രേഖയാണ് വികസന സെമിനാറിലേക്ക് അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പദ്ധതി രൂപീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വികസന സെമിനാർ. അപ്പോൾ വികസന സെമിനാറിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയൊക്കെയാണ് ഈ ഫണ്ടിൻ്റെ ഡിവിഷൻ എന്ന് നിങ്ങൾ പുതിയ ആൾക്കാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഭരണസമിതിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ് ഈ ഫണ്ടിൻ്റെ ഡിവൈഡിങ് വരുന്നത്. ഏതൊക്കെ മേഖലയിൽ എത്രയൊക്കെ രൂപ ചെലവഴിക്കാൻ കഴിയും, എങ്ങനെയൊക്കെ ഫണ്ട് വയ്ക്കാമെന്ന് നമ്മൾ നല്ലൊരു ധാരണ അവർക്ക് കൊടുക്കണം. അപ്പോൾ സെമിനാറിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെ ഫണ്ട് ഡിവൈഡ് ചെയ്യാം, ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയൊക്കെ ഫണ്ട് വയ്ക്കാമെന്നാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയുന്നത്. വാർഷിക പദ്ധതിക്ക് നമുക്ക് ധാരാളം ഫണ്ടുകൾ ലഭ്യമാകുമെങ്കിലും ഇവിടെ നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് ഫണ്ടുകളെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആദ്യത്തെ ഫണ്ട് വികസന ഫണ്ട്. വികസന ഫണ്ടിന് 3 തിരിവുണ്ട്. വികസന ഫണ്ട് പൊതുവിഭാഗം, നമ്മൾ പ്ലാൻ ഫണ്ട് ജനറൽ എന്ന് പറയും. വികസന ഫണ്ട് പട്ടികജാതി വിഭാഗം, അതായത് പ്ലാൻ ഫണ്ട് SCP സ്പെഷ്യൽ കമ്പോണൻറ്റ് പ്ലാൻ എന്ന് പറയും. വികസന ഫണ്ട് പട്ടികവർഗം, അതായത് പ്ലാൻ ഫണ്ട് TSP ട്രൈബൽ സ്പെഷ്യൽ പ്ലാൻ. ഇങ്ങനെ പ്ലാൻ ഫണ്ടിൽ 3 ടൈപ്പ് ഫണ്ട് നമുക്ക് ലഭിക്കും. കുറച്ച് പഞ്ചായത്തുകൾക്ക് പട്ടികവർഗ ജനസംഖ്യ ഇല്ലാത്ത പഞ്ചായത്തുകൾക്ക് TSP ഫണ്ട് ലഭിക്കുകയില്ല. എന്നാലും ജനറൽ ഫണ്ടും STP ഫണ്ടും എല്ലാ പഞ്ചായത്തുകൾക്കും നിർബന്ധമായിട്ടും ലഭിച്ചിരിക്കും. അപ്പോൾ നമ്മൾ ഫണ്ടിൻ്റെ ഡിവിഷനിലേക്ക് പോവുകയാണ്. എങ്ങനെ ഫണ്ട് ഡിവൈഡ് ചെയ്ത് ഭരണസമിതിയുടെ മുമ്പ് അവതരിപ്പിക്കാം? ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ ഡീറ്റെയിൽ ബജറ്റിൽ, നമ്മുടെ സംസ്ഥാന ബജറ്റിലെ അനക്സർ 4 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഫണ്ടിൻ്റെ ഡിവിഷനിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, പ്ലാൻ ഫണ്ട് ജനറൽ, SCP TSP അതായത് പട്ടികജാതി പട്ടികവർഗം ജനറൽ ഫണ്ട്, ഇവ 3 കൂടി കൂട്ടുന്ന തുകയുടെ 20% നിർബന്ധമായിട്ടും ലൈഫ്, PMI പോലുള്ള ഭവന പദ്ധതികൾക്ക് നിർബന്ധമായിട്ടും വെച്ചിരിക്കണം. ഒന്നുകൂടി പറയാം, പ്ലാൻ ഫണ്ട് ജനറൽ, SCP TSP ഈ 3 ഫണ്ടും കൂടി കൂട്ടുന്ന തുകയുടെ 20% നിർബന്ധമായിട്ടും ഭവന പദ്ധതികൾക്കായി വെച്ചിരിക്കണം. അതിൽ ജനറൽ ഫണ്ടിൽ നിന്നും നിർബന്ധമായിട്ടും 20% വയ്ക്കണം. അതായത് ജനറൽ ഫണ്ടിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂടുതൽ വയ്ക്കാം. 20% ഒന്ന് നിർബന്ധമാണ്. SCP നിന്ന് വയ്ക്കാതിരിക്കാം, TSP നിന്ന് വേണമെങ്കിൽ വയ്ക്കാതിരിക്കാം, അതിനും കൂടി വേണ്ടി മറ്റ് ഫണ്ടിൽ നിന്ന് വേണമെങ്കിൽ വയ്ക്കാം. എന്തായാലും ജനറൽ ഫണ്ടിൽ നിന്ന് നിർബന്ധമായിട്ടും ഈ തുക വെച്ചേ പറ്റൂ. ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ എൻ്റെ പഞ്ചായത്തിൽ ലഭിച്ചത് പ്ലാൻ ഫണ്ട് ജനറൽ 1,30,000 രൂപയാണെന്ന് വിചാരിക്കുക. പട്ടികജാതി ഫണ്ട് 45,000 രൂപയും പട്ടികവർഗ ഫണ്ട് TSP ഫണ്ട് 8,000 രൂപയുമാണ് ലഭിക്കുന്നത് എന്ന് കരുതുക. അപ്പോൾ ആകെ ഫണ്ട് 1,83,000 രൂപയാണ് എൻ്റെ പഞ്ചായത്തിൽ പ്ലാൻ ഫണ്ട് എന്ന കാറ്റഗറി ലഭിക്കുന്നത്. അപ്പോൾ ഈ 1,83,000 രൂപയുടെ 20%-മായ 36,600 രൂപ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? പാർപ്പിട മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വികസന ഫണ്ട് 1,30,000 രൂപയാണ്. അതിൻ്റെ 20% നിർബന്ധമായിട്ടും പാർപ്പിട പദ്ധതിക്ക് മാറ്റിവെച്ചേ പറ്റുള്ളൂ. ആകെ ഫണ്ട് 36,600 രൂപ മാറ്റിവെക്കണം. അതിൽ നിന്ന് വികസന ഫണ്ടിൻ്റെ 20%, അതായത് 26,000 രൂപ നിർബന്ധമായിട്ടും പാർപ്പിട പദ്ധതിക്ക് മാറ്റിവെക്കണം. ബാലൻസ് വൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് SCP എടുക്കാം, TSP എടുക്കാം. ബാലൻസ് വൈസോടെ വേണമെങ്കിൽ പ്ലാൻ ഫണ്ട് ജനറലിൽ തന്നെ എടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ സൗകര്യമാണ്, അതനുസരിച്ച് ചെയ്യാം. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരാൻ പോകുന്ന ഭാഗം ഇനിയാണ്. മേഖലാ വിഭജനം നടത്തുമ്പോൾ, അതായത് ഓരോ മേഖലയിലേക്കുമുള്ള പൈസ ഡിവൈഡ് ചെയ്യുമ്പോൾ ജനറൽ വിഭാഗത്തിൽ നിന്ന് ഈ 20% കുറച്ചുള്ള തുകയ്ക്ക് മാത്രം നിങ്ങൾ മേഖലാ വിഭജനം കണ്ടാൽ മതി. അതായത് 1,30,000 രൂപയാണ് എൻ്റെ പ്ലാൻ ഫണ്ട്. അതിൽ നിന്നും ഞാൻ 26,000 രൂപ ലൈഫ് അല്ലെങ്കിൽ ഭവന പദ്ധതിക്ക് വേണ്ടി വകയിരുത്തി. അപ്പോൾ 1,30,000 നിന്ന് 26,000 രൂപ പോയിട്ട് ബാലൻസ് വരുന്ന 1,04,000 രൂപ മാത്രം മേഖലാ വിഭജനത്തിന് എടുത്താൽ മതി. അതായത് ഇനി പറയുന്ന കാര്യത്തിലൊക്കെ പ്ലാൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ലൈഫിൻ്റെ തുക കുറച്ചുള്ള പൈസയ്ക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അത് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. മേഖലാ വിഭജനം എങ്ങനെയാണ്? നിങ്ങൾ നിർബന്ധമായിട്ടും
വികസന ഫണ്ടിൻ്റെ 30% ഉൽപ്പാദന മേഖലയിലെ പ്രോജക്റ്റുകൾക്കായിട്ട് വകയിരുത്തണം. ഉൽപ്പാദന മേഖല എന്ന് പറയുമ്പോൾ കൃഷി മാത്രമല്ല, കൃഷി വരാം, മൃഗസംരക്ഷണം വരാം, തൊഴിൽ സംരംഭങ്ങൾ, ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന പോലുള്ള തൊഴിൽ സംരംഭങ്ങൾ വരെ, ഇതെല്ലാം ഉൽപ്പാദന മേഖലയിൽ വരുന്ന പ്രോജക്റ്റുകളാണ്. പ്ലാൻ ഫണ്ട് ജനറലിൽ നിന്ന് ലൈഫിന് പോയ തുകയുടെ ബാക്കി തുക അതിൻ്റെ 30% ഉൽപ്പാദന മേഖലയ്ക്ക് വകയിരുത്തേണ്ടത്. ഇവിടെ 1,30,000 രൂപ ഉണ്ടായിരുന്നു, 26,000 രൂപ ലൈഫിന് പോയി, ബാക്കി 1,04,000 രൂപ. അതിൻ്റെ 30%-മായ 31,200 രൂപ നിർബന്ധമായിട്ടും ഉൽപ്പാദന മേഖലയ്ക്ക് വകയിരുത്തണം. ഇവിടെ വരാൻ പോകുന്ന സംശയം, SEP ഫണ്ടിൽ നിന്നും TSP ഫണ്ടിൽ നിന്നുമൊക്കെ ഉൽപ്പാദന മേഖലയിലേക്ക് പ്രൊജക്റ്റ് വെക്കാവോ എന്നതാണ്. പ്രൊജക്റ്റ് വെക്കാൻ തടസ്സമൊന്നുമില്ല. പ്രൊജക്റ്റ് വെച്ചാൽ ഉൽപ്പാദനത്തിൽ ഒരു പ്രൊജക്റ്റ് ആവുമെന്നേ ഉള്ളൂ, പക്ഷേ അത് ഉൽപ്പാദനത്തിൻ്റെ വാലിഡേഷനിൽ വരത്തില്ല. ഉൽപ്പാദനത്തിൻ്റെ 30% വരണമെങ്കിൽ ആ ഫണ്ട് നിർബന്ധമായിട്ടും പ്ലാൻ ഫണ്ട് ജനറൽ തന്നെ ആയിരിക്കണം. ഇനി വനിതാ പദ്ധതിയാണ്. എപ്പോഴും ഏറ്റവും കൂടുതൽ സംശയം ഏത് പ്രോജക്റ്റ് ഏറ്റെടുക്കാം എന്ന സംശയം വരുന്നൊരു ഭാഗമാണ് വനിതാ പദ്ധതി. 10% ആകെ വികസന ഫണ്ടിൻ്റെ 10% നിർബന്ധമായിട്ടും വനിതാ പദ്ധതിക്ക് വേണ്ടി വകയിരുത്തണം. ആകെ വികസന ഫണ്ട് എന്ന് പറയുമ്പോൾ പ്ലാൻ ഫണ്ട് ജനറലിൽ നിന്ന് ലൈഫിൻ്റെ തുക പോയിട്ടുള്ള പൈസ പ്ലസ് മൊത്തത്തിലുള്ള SEP ഫണ്ട്, TSP ഫണ്ട്, ഇത് മൂന്നും കൂടി കൂട്ടുന്നതിൻ്റെ 10% വനിതാ പദ്ധതിക്കായിട്ട് വകയിരുത്തണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ ലൈഫിൻ്റെ പോയിട്ട് ബാക്കി 1,04,000 രൂപ പ്ലാൻ ഫണ്ട് ജനറലിലുണ്ട്, 45,000 രൂപ SEPയിലുണ്ട്, 8,000 രൂപ TSPയിലുണ്ട്. അപ്പോൾ ഈ തുക ഇത് മൂന്നും കൂടി കൂട്ടുന്ന തുക, അതായത് 1,57,000 രൂപയുടെ 10%, അതായത് 15,700 രൂപ നിർബന്ധമായിട്ടും വനിതാ പദ്ധതിക്കായിട്ട് മാറ്റിവെക്കണം. അപ്പോൾ സംശയം വരും, ഞാൻ പ്ലാൻ ഫണ്ട് ജനറൽ നിന്ന് വനിതാ പദ്ധതിക്ക് പ്രൊജക്റ്റ് വയ്ക്കുന്നില്ല, SEP നിന്നാണ് വയ്ക്കുന്നത്, ഈ 15,700 രൂപ വെച്ചാൽ മതി, വാലിഡേഷൻ കിട്ടും. ഏത് ഫണ്ടിൽ നിന്ന് വെച്ചാലും വനിതയുടെ വാലിഡേഷൻ കിട്ടും. ഉൽപ്പാദനത്തിൽ മാത്രമാണ് ആ പ്രശ്നമുള്ളത്. ഇനി വയോജനക്ഷേമത്തിന് 5% തുക മാറ്റിവെക്കണം. വയോജനങ്ങൾക്ക് വേണ്ടി നമ്മൾ സാധാരണ കട്ടിലൊക്കെ കൊടുക്കുന്ന പ്രൊജക്റ്റ് ഉണ്ടല്ലോ, അതിന് വേണ്ടി 5% തുക മാറ്റിവെക്കണം. കട്ടിൽ തന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, വയോജനങ്ങൾക്കുള്ള ഏത് പ്രൊജക്റ്റ് വേണമെങ്കിലും വയ്ക്കാം. കണക്കാക്കുന്നത് ഇതുപോലെ തന്നെയാണ്. പ്ലാൻ ഫണ്ട് ജനറൽ നിന്ന് ലൈഫിന് പോയ തുക കുറച്ചുള്ളതിൻ്റെ ബാക്കി പ്ലസ് പ്ലാൻ SEP, TSP ഇത് മൂന്നും കൂടി കൂട്ടുന്നതിൻ്റെ 5% തുക വയോജനങ്ങളുടെ പ്രൊജക്റ്റായിട്ട് വയ്ക്കണം. ഇവിടെ നമുക്കൊരു എളുപ്പമുള്ളത്, സാധാരണ നമ്മൾ PHSCയുടെ പ്രൊജക്റ്റായിട്ട് വയ്ക്കുന്ന പാലിയേറ്റീവ് കെയർ പ്രൊജക്റ്റ് വെച്ചാലും അത് വയോജന ക്ഷേമത്തിൽ വരും. പാലിയേറ്റീവിൻ്റെ തുക വയ്ക്കുന്നത് നമ്മുടെ വയോജനത്തിൻ്റെ ക്ഷേമത്തിൽ വരുന്നൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇവിടെ എല്ലാം കൂടി കൂട്ടുമ്പോൾ 1,57,000, അതിൻ്റെ 5% എന്ന് പറഞ്ഞാൽ 7,850 രൂപ വയോജനങ്ങൾക്ക് വയ്ക്കണം. ഒരു കണക്ക് ചെറിയൊരു കണക്ക് പറയുന്നുള്ളൂ, നിങ്ങളുടെ പഞ്ചായത്തിൽ ഈ ഫിഗർ ആയിരിക്കത്തില്ല ഒരിക്കലും. ഇതേ രീതിയിൽ തന്നെ കുട്ടികൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ് ഇവർക്കും 5% തുക വയ്ക്കണം. കണക്കെല്ലാം ഇതുപോലെ തന്നെ വയോജനങ്ങൾ, അതായത് വയോജനങ്ങൾക്ക് വയ്ക്കുന്ന സെയിം തുക തന്നെ കുട്ടികൾ പിന്നെ ഭിന്നശേഷിയുള്ളവർ, ട്രാൻസ്ജെൻഡേഴ്സ് ഈ വിഭാഗക്കാർക്ക് വേണ്ടി 5% തുക വയ്ക്കണം. മേഖലാ വിഭജനത്തെക്കുറിച്ച് ചെറിയൊരു ധാരണ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. മേഖലാ വിഭജനം ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് 7 അനിവാര്യ പ്രോജക്റ്റുകൾ പറഞ്ഞാൽ മാൻഡേറ്ററി പ്രൊജക്റ്റ് നിർബന്ധമായിട്ടും DPCക്ക് കൊടുക്കണം. അതുണ്ടെങ്കിൽ DPCയിൽ പ്രൊജക്റ്റ് അംഗീകരിക്കത്തുള്ളൂ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പുതിയ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഭരണസമിതിയിൽ കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഈ 7 പ്രോജക്റ്റുകളുടെ കണക്ക് ആദ്യമേ തന്നെ അവതരിപ്പിച്ച് അതിന് എത്ര രൂപ വയ്ക്കണമെന്ന് ആദ്യമേ തന്നെ ധാരണയാക്കുക. ഒന്നാമത്തെ അനിവാര്യ പ്രോജക്റ്റ് അംഗനവാടി പോഷകാഹാരം, ന്യൂൺ ഫീഡിംഗ് പ്രൊജക്റ്റിന് നിർബന്ധമായിട്ടും പൈസ നിങ്ങൾ വകയിരുത്തണം. ഇതിന് പഞ്ചായത്തിൻ്റെ ഫണ്ട് തികയില്ല എങ്കിൽ ജില്ലാ ബ്ലോക്ക് ഷെയർ, സെൻട്രൽ ഷെയർ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. 2 SSK ഷെയർ. SSK ഷെയറിൻ്റെ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും അംഗൻവാടി പൂരക പോഷകാഹാര പ്രൊജക്റ്റ് ചെയ്യുമ്പോഴൊക്കെ പ്ലാൻ ഫണ്ട് തികയത്തില്ല എങ്കിൽ ഇതിൻ്റെ ബെനിഫിഷ്യറീസ് SC ST കുട്ടികളുണ്ട് എങ്കിൽ അവരുടെ തുകയ്ക്ക് അവരുടെ എണ്ണത്തിന് ആനുപാതികമായ തുക കൂടി ആ ഫണ്ടിൽ നിന്ന് വയ്ക്കാം. പാലിയേറ്റീവ് കെയർ പ്രൊജക്റ്റ് അതും അനിവാര്യ പ്രൊജക്റ്റാണ്. പിന്നീട് ആശ്രയ പദ്ധതി, IAY വിഹിതം. അവസാനമായിട്ട് അതിദരിദ്രർക്ക് വേണ്ടിയുള്ള മൈക്രോ പ്ലാന്. കഴിഞ്ഞ വർഷം ഇടയ്ക്ക് വെച്ച് നമ്മൾ ചെയ്ത സംഭവമാണ്. നിർബന്ധമായിട്ടും അതിദരിദ്രർക്ക് വേണ്ടിയുള്ള മൈക്രോ പ്ലാൻ, അങ്ങനെ ഒരു പേര് മാത്രം കൊടുത്താൽ അപ്പോൾ ഏത് മേഖലയിലാണ് പ്രൊജക്റ്റ് എടുക്കുന്നത് അങ്ങനെ തന്നെ എടുക്കണം. ഉദാഹരണം, ഒരു ഭവന പുനരുദ്ധാരണത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ അത് അതിദരിദ്രർക്ക് വേണ്ടിയുള്ള മൈക്രോ പ്ലാൻ അത് പറഞ്ഞിട്ട് അതിൽ ഭവന പുനരുദ്ധാരണത്തിന് പ്രൊജക്റ്റായിട്ട് തന്നെ എടുക്കണം. ഒന്നുകൂടിയുണ്ട്, വിട്ടുപോയതാണ് ഐക്യം വിഹിതം. നമ്മുടെ ആകെ വികസന ഫണ്ടിന് ധനകാര്യ കമ്മീഷൻ ഫണ്ട് ഒഴികെയുള്ള വികസന ഫണ്ടിൻ്റെ 0.25% ഐക്യം ഷെയറായിട്ട് ഒരു അനിവാര്യ പ്രൊജക്റ്റായിട്ട് നമ്മൾ എൻ്റർ ചെയ്യണം. പ്ലാൻ ഫണ്ടിൻ്റെ മേഖലാ വിഭജനം ഇത്ര മാത്രമേ ഉള്ളൂ. ഇത്ര സിമ്പിളായിരുന്നു കാര്യങ്ങൾ.
അടുത്ത് വരാൻ പോകുന്ന ഫണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് റോഡും നോൺ റോഡുമാണ്. നമ്മൾ ധാരാളം വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, നോട്ട്സ് ഉണ്ട്. പഞ്ചായത്തിൻ്റെ ഘടക സ്ഥാപനങ്ങളുടെ റണ്ണിങ്ങിന് വേണ്ടിയാണ് നോൺ റോഡ് ഫണ്ട് കിട്ടുന്നത്. ഘടക സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂളുകൾ, PHSC, ഹോമിയോ, ആയുർവേദ ഡിസ്പെൻസറി, സിദ്ധ ഡിസ്പെൻസറികൾ, VO ഓഫീസ്, അങ്ങനെയൊക്കെയുള്ള ഓഫീസുകളുടെ സൗകര്യങ്ങൾ, കൃഷി ഓഫീസ്, വെറ്ററിനറി ഡിസ്പെൻസറി, ഇതിൻ്റെയൊക്കെ ഈ ഓഫീസുകളുടെയൊക്കെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മെയിൻ്റനൻസ് ആൻഡ് നോൺ റോഡ് ഫണ്ട് ലഭിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ച് AE ഓഫീസിന് നവീകരണം ചെയ്യൽ. AE ഓഫീസ് നമ്മുടെ ഓഫീസാണ്. അപ്പോൾ മെയിൻ്റനൻസ് പ്ലാൻ പ്രത്യേകം തയ്യാറാക്കണം. മെയിൻ്റനൻസ് പ്ലാനിൽ ഏതൊക്കെ മെയിൻ്റനൻസ് ഫണ്ട് വെച്ചിട്ട് ഏതൊക്കെ പ്രോജക്റ്റ് ആണ് എന്ന് പ്രത്യേകം ഒന്ന് ലിസ്റ്റ് ചെയ്യണം. അടുത്ത ഫണ്ട് മെയിൻ്റനൻസ് ഫണ്ട് റോഡ് ഫണ്ട്. പുതിയ റോഡ് വർക്കുകൾ എടുക്കരുത്. നിലവിലുള്ള റോഡുകളുടെ മെയിൻ്റനൻസിന്, അതുപോലെ തന്നെ ചപ്പാത്തുകളുടെ നിർമ്മാണം, ഓട നിർമ്മാണം, കലുങ്ക്, പാർശ്വഭിത്തി കെട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക്, അതായത് റോഡിൻ്റെ സംരക്ഷണം, നിലവിലെ റോഡുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് റോഡ് ഫണ്ട് കിട്ടുന്നത്. അപ്പോൾ റോഡ് ഫണ്ടും നോൺ റോഡ് ഫണ്ടുമായി അതിൽ വേറെ വാലിഡേഷൻ ഒന്നുമില്ല. കിട്ടുന്ന ഫണ്ട് നമ്മുടെ സൗകര്യത്തിന് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ധനകാര്യ കമ്മീഷൻ ഫണ്ട്. എല്ലാവർക്കും അറിയാം, ധനകാര്യ കമ്മീഷൻ ഫണ്ട് നമുക്ക് 60:40 എന്നൊരു റേഷ്യോയിലാണ് കിട്ടുന്നത്. അത് ലഭിക്കുന്ന ഫണ്ടിൽ ബേസിക് ഗ്രാൻഡ് എന്നും ടൈഡ് ഗ്രാൻഡ് എന്നും പറഞ്ഞത്, അതായത് പ്രത്യേക അടിസ്ഥാന വിഹിതവും പ്രത്യേക ഉദ്ദേശ ഗ്രാൻഡ് എന്നും പറഞ്ഞ് രണ്ടായിട്ടാണ് ഫണ്ട് ലഭിക്കുന്നത്. ലഭിക്കുന്ന ടൈഡ് ഗ്രാൻഡ്, ബേസിക് ഗ്രാൻഡ് നിങ്ങൾക്ക് നമ്മുടെ പ്ലാൻ ഫണ്ട് ജനറൽ പോലെ ഏത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ശമ്പളം പോലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാതെ ഉള്ളൂ. വാഹനം വാങ്ങൽ പോലുള്ള പറ്റത്തില്ല. അല്ലാതെ ഏത് കാര്യങ്ങൾക്കും ബേസിക് ഗ്രാൻഡ് ഉപയോഗിക്കാം. പക്ഷേ ടൈഡ് ഫണ്ട്, നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈഡ് ഫണ്ടിൻ്റെ 50% നിർബന്ധമായിട്ടും കുടിവെള്ളത്തിനും 50% നിർബന്ധമായിട്ടും സാനിറ്റേഷൻ, അതായത് ലഭിക്കുന്ന ടൈഡ് ഫണ്ടിൻ്റെ 50% നിർബന്ധമായിട്ടും കുടിവെള്ളത്തിനും 50% ശുചിത്വ മേഖലയ്ക്കും തന്നെ നിർബന്ധമായിട്ടും വകയിരുത്തണം. ഈ മേഖലയിൽ ഏതൊക്കെ പ്രൊജക്റ്റ് ഏറ്റെടുക്കാം, ഏതൊക്കെ പ്രൊജക്റ്റ് ഏറ്റെടുത്താൽ അതിൻ്റെ വാലിഡേഷൻ കിട്ടുമെന്ന് വ്യക്തമായ നോട്ട്സ് കോഡുകളുണ്ട്. SRG ഇറക്കിയ കോഡുണ്ട്. അത് നോക്കിയാൽ ഏതൊക്കെ പ്രൊജക്റ്റുകൾക്ക് ഈ ഫണ്ട് വകയിരുത്താമെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇത്രയും ഫണ്ടുകളാണ് നമുക്ക് സാധാരണ രീതിയിൽ ലഭിക്കുന്നത്. ഇതിനോടൊപ്പം ഓൺ ഫണ്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഓൺ ഫണ്ട് ഉൾപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ആകെ ഓൺ ഫണ്ട് ചിലവിൻ്റെ 15% അധികം കൂടി മാത്രമേ ഇപ്പോൾ ഉൾപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അങ്ങനെ അല്ല എങ്കിൽ പെർഫോമൻസ് അസസിൻ്റെ ഒരു സാക്ഷ്യപത്രം കൂടി വേണ്ടിവരും. പിന്നെ നിങ്ങൾക്ക് സെൻട്രൽ ഷെയറും സ്റ്റേറ്റ് ഷെയറും പല പദ്ധതിക്കും കിട്ടും. ഉദാഹരണം, നോൺ ഫീഡിംഗ് പ്രോജക്റ്റിന് സെൻട്രൽ ഷെയർ കിട്ടും. അത് ആ പ്രോജക്റ്റുകൾക്ക് ഉൾപ്പെടുത്താം. സ്റ്റേറ്റ് ഷെയർ, ഇപ്പോൾ ലൈഫ് പ്രോജക്റ്റ് പോലുള്ള കാര്യങ്ങൾക്ക് സ്റ്റേറ്റ് ഷെയർ കിട്ടും. അതുപോലെ ശുചിത്വ മിഷൻ ഫണ്ട് കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പദ്ധതിയുടെ ഭാഗമാക്കാം. വേണമെങ്കിൽ NRESൻ്റെ ഫണ്ട്, പരമാവധി പദ്ധതികൾ NRESൻ്റെ ഫണ്ടിൻ്റെ കൺവർജൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം പ്രൊജക്റ്റ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഈ വർഷം ഒരു 20 ഗുണഭോക്താക്കൾക്ക് പശുവിനെ കൊടുക്കാൻ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ 20 ഗുണഭോക്താക്കൾക്ക് തൊഴുത്ത് നിർമ്മിക്കാനുള്ള പ്രൊജക്റ്റ് NRES വഴി ചെയ്യാം. അപ്പോൾ ഒരു കൺവർജൻസ് ആയി അവിടെ. മനസ്സിലായല്ലോ? വേണമെങ്കിൽ ഇതേ ഗുണഭോക്താവിന് തീറ്റപ്പുൽ കൃഷിക്ക് വേണ്ടി പ്രൊജക്റ്റ് അഗ്രികൾച്ചർ ഓഫീസറുടെ പ്രൊജക്റ്റായിട്ട് ചെയ്യാം. അവിടെ ഒരു കൺവർജൻസ് ആയി. ഈ രീതിയിൽ പരമാവധി പല മേഖലകളിലെ ഫണ്ടുകൾ കൺവർജ് ചെയ്തുകൊണ്ട് നല്ല പദ്ധതികൾ തയ്യാറാക്കാം. ഈ വീഡിയോ തൽക്കാലം ഉദ്ദേശിച്ചത് ഫണ്ടിൻ്റെ ഡിവിഷൻ പറയാൻ വേണ്ടി മാത്രമാണ്. ഇനി സെമിനാറിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നത് അടുത്ത വീഡിയോയിൽ പറയാം.